നമസ്കാരം. രുക്മിണി സ്വയംവരം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ? രുക്മിണിയുടെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും വിവാഹം എങ്ങനെയാണ് നടന്നത് അതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അത് കേൾക്കാത്തവരെ അറിയാത്തവരെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം, അതൊന്ന് കേട്ടോളൂ. അപ്പോൾ രുക്മിണി ദേവിയുടെ ജ്യേഷ്ഠനുണ്ട് രുക്മി. ഈ രുക്മിണിയുടെ വിവാഹത്തിന് ശേഷം വിദർഭ രാജ്യത്തിൽ പിന്നെ കടന്നിട്ടില്ല, ഭോജകടയിൽ തന്നെ താമസിക്കുകയായിരുന്നു. അപ്പോൾ ആ കാലത്തിൽ ശത്രുക്കളെ സംഹരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി അതിനുള്ള ശക്തി ലഭിക്കാനായിട്ട് കൈലാസത്തിൽ പോയിട്ട് ഒരുപാട് വർഷം തപസ്സിരിക്കുന്നുണ്ട് രുക്മി. അങ്ങനെ തപസ്സിന് അവസാനം മൃത്യുഞ്ജയൻ പ്രത്യക്ഷപ്പെടുന്നു. ശത്രു സംഹാര ശക്തമായ ഒരു ചാപം രുക്മിക്ക് ദാനം ചെയ്തു. എന്നിട്ട് പറയുന്നുണ്ട്, ശത്രുഭാവത്തിൽ ശ്രീനാരായണനോ അദ്ദേഹത്തിൻ്റെ തൽപ്പമായ ആദിശേഷനോ ഒഴിച്ച് മറ്റാരുടെ നേർക്കായാലും ഈ ചാപം കൊണ്ട് നിനക്ക് അവരെ ജയിക്കാൻ സാധിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ രുക്മിക്ക് ഒരു പുത്രിയുണ്ട്, രുക്മാവതി. രുക്മാവതി അപ്പോൾ രൂപലാവണ്യമൊക്കെ തികഞ്ഞ് വിവാഹപ്രായമെത്തിയ ഒരു യുവതിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രദ്യുമ്നൻ്റെ രൂപ സൗഭാഗ്യാദി ഗുണഗണങ്ങളെ കേട്ടറിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഈ രുക്മാവതി. അങ്ങനെ കേട്ടറിഞ്ഞ് രുക്മാവതിയിൽ പ്രദ്യുമ്നനോട് വളരെ ശക്തമായ സ്നേഹം, പ്രണയം അങ്കുരിച്ചിട്ടുണ്ട്. അങ്ങനെ രുക്മി കൃഷ്ണനോടുള്ള പരിഭവം, വിരോധമൊക്കെ ഉള്ളതുകൊണ്ട് കൃഷ്ണനോട് യാതൊരു ബന്ധമില്ലെങ്കിലും രുക്മിണിയെ ഇപ്പോഴും വളരെ വാത്സല്യവും സ്നേഹവുമാണ് ആ ജ്യേഷ്ഠന്. പണ്ടത്തെ പോലെ തന്നെയാണ്. ആ സ്നേഹത്തിന് യാതൊരു കുറവും രുക്മിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഈ രുക്മാവതിയുടെ പ്രദ്യുമ്നനോടുള്ള ഈ അഗാധമായിട്ടുള്ള സ്നേഹം രുക്മാവതി അമ്മയോട് പറയുന്നുണ്ട്. അതായത് രുക്മിയുടെ ഭാര്യയോട് പറഞ്ഞ് അവരത് രുക്മിയോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഈ രുക്മിണിക്കാണെങ്കിലോ മകനെ കൊണ്ട് സഹോദരൻ്റെ പുത്രിയെ വിവാഹം ചെയ്യിക്കാൻ വളരെ ആഗ്രഹമാണ്. പിന്നെ കൃഷ്ണൻ്റെ അഭിപ്രായം അറിയാൻ പാടില്ലാത്തത് കൊണ്ട് രുക്മിണിയുടെ ഈ ആഗ്രഹമൊന്നും വകവെച്ചിട്ടില്ല. പുത്രിയുടെ വിവാഹം സംബന്ധിച്ച് ഒരു സ്വയംവര മഹോത്സവം രുക്മി നടത്താൻ നിശ്ചയിച്ചു. അപ്പോൾ ആ വിവാഹത്തിൽ, ആ സ്വയംവരത്തിലാണെങ്കിൽ രുക്മാവതിക്ക് ഇഷ്ടമുള്ള ആളെ വരനായിട്ട് സ്വീകരിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊരു സ്വയംവര മഹോത്സവമാണ് രുക്മി നടത്താൻ നിശ്ചയിച്ചത്. അങ്ങനെ സ്വയംവര ദിവസം രാജാക്കന്മാരും പ്രഭുക്കളും സാമന്തന്മാരും തുടങ്ങി എല്ലാവരും പന്തലിൽ നിരന്നു. മാതാവിൻ്റെയും വധുവിൻ്റെയും ആഗ്രഹം അറിഞ്ഞിരിക്കുന്ന പ്രദ്യുമ്നൻ ആ അവസരത്തിൽ ഭോജകടയിലെത്തി. എന്നിട്ട് എന്താ ചെയ്തത്? കല്യാണ മണ്ഡപത്തിൽ പ്രവേശിച്ച് മറ്റുള്ള മന്നവന്മാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ രുക്മാവതിയുടെ കഴുത്തിലെ താലി ചാർത്താണ്. അങ്ങനെ രുക്മാവതിയെ പ്രദ്യുമ്നൻ വേളിയഴിച്ചു. പല ഭൂപതികളും രാജാക്കന്മാരും ഒക്കെ വളരെയധികം ഭാര്യയാക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു രുക്മാവതി. അതുകൊണ്ട് തന്നെ ഈ പ്രദ്യുമ്നൻ കൃഷ്ണൻ രുക്മിണിയെ എന്ന പോലെയാണ് ഇപ്പോൾ വിവാഹം കഴിച്ചത്. ബലമായിട്ട് ചെന്നിട്ട് അവരെ നോക്കി, അവരുടെ അഭിപ്രായത്തിൽ ബലമായിട്ട് കഴുത്തിൽ താലി കെട്ടുകയല്ലേ ഉണ്ടായത്. അങ്ങനെ ആ നൈരാശ്യത്തോടെ പല രാജാക്കന്മാരും നൃപാലകരൊക്കെ അവനോട് എതിരിട്ടു. അപ്പോൾ ഏകരഥനായിട്ട് യുദ്ധം ചെയ്ത് ശത്രുക്കളെ മുഴുവനും തോൽപ്പിച്ചിട്ട് പ്രദ്യുമ്നൻ രുക്മാവതിയെയും കൊണ്ട് ദ്വാരകയിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ തൻ്റെ പുത്രൻ്റെ വിവാഹം ആഡംബരപൂർവ്വം ദ്വാരകയിൽ വെച്ച് നടത്തി. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, പ്രദ്യുമ്നന് മായാവതി എന്ന ഒരു ഭാര്യയുണ്ട്. പക്ഷെ മായാവതിക്ക് ഈ രുക്മാവതിയെ വിൽക്കുന്നതിൽ യാതൊരു വിസമ്മതവും ഉണ്ടായിരുന്നില്ല, എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ മായാവതി രതിദേവിയാണല്ലോ. അപ്പോൾ ആ മായാവതി വേഷം വെടിയേണ്ടവളാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ വേഷം വെടിയണം. അതുമാത്രമല്ല, മായാവതിയിൽ ഈ ജന്മത്തിൽ, മായാവതിയായിട്ടുള്ള ഈ ജന്മത്തിൽ ഒരു സന്താന യോഗവും ഇല്ല എന്ന് മായാവതിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ രുക്മാവതിയെ പ്രദ്യുമ്നൻ വിവാഹം കഴിച്ചതിൽ യാതൊരു ഇഷ്ടക്കേടും മായാവതിക്ക് ഉണ്ടായിരുന്നുമില്ല. പിന്നെ ബഹുഭാര്യത്വമൊക്കെ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു.
അങ്ങനെ പിന്നീട് ഈ രുഗ്മാവതിയിൽ പ്രദ്യുമ്നന് അനിരുദ്ധൻ എന്ന ഒരു പുത്രൻ ഉണ്ടാവുന്നുണ്ട്. അനിരുദ്ധനും ഉണ്ട് ഇതുപോലൊരു കഥ. അത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഇന്ന് ഇത്രയും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.